ഹലോ ഫ്രണ്ട്സ്, ARSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈസൂർ പോവുക കേട്ടോ. 2 ദിവസത്തെ സ്റ്റേ ആണ്. മൈസൂർ സ്റ്റേ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതിനാണ് ആദ്യകൂട്ടനും ലച്ചുകൂട്ടനും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 7 മണിയാകുമ്പോൾ നമ്മുടെ വണ്ടി വരുന്നുള്ളൂ. വണ്ടി വരുന്നത് കറുകച്ചാലിൽ നെത്തല്ലൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. വണ്ടി വന്നു കഴിയുമ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി വന്നായിരുന്നു കേട്ടോ. വണ്ടി വന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇടയ്ക്കത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, വണ്ടി വന്ന വീഡിയോ ഒന്നും കേട്ടോ. അത് വേറൊന്നും കൊണ്ട് വല്ല തിരക്കായിപ്പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ യാത്രകളും വിശേഷങ്ങളുമായിട്ട് നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലൂടെ സഞ്ചരിച്ചാലോ? എന്നാൽ പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ രാഹുൽ കറുകച്ചാൽ. രാഹുലിനെയാണ് നമ്മൾ ഓട്ടം വിളിക്കാറുള്ളതും നമുക്ക് വരുന്ന ഓട്ടങ്ങളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നതും രാഹുലിനാണ്. ഇതാ കേട്ടോ നമ്മുടെ ഡ്രൈവർ. അങ്ങനെ നമ്മുടെ യാത്ര കൂത്താട്ടുകുളത്തെത്തി. കൂത്താട്ടുകുളത്ത് വണ്ടി നമ്മൾ നിർത്തി. ഫുഡ് നൈറ്റ് കഴിക്കേണ്ട ആൾക്കാർക്കെല്ലാം ഫുഡ് കഴിക്കാം. ചിലർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, വണ്ടിയിൽ ഇരുന്ന് തന്നെ അവർ കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കൂത്താട്ടുകുളത്തിൽ ഒരു കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഞാനുണ്ട് പൊറോട്ട അറിയാം. എന്നാ തിന്നില്ലേ? എന്നാ കഴിച്ചേ? അങ്ങനെ നമ്മൾ കൂത്താട്ടുകുളത്ത് നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വണ്ടി കയറി വീണ്ടും നമ്മൾ ചാടി മറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയത് കൊണ്ട് നമുക്ക് ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തേണ്ട വന്നു. അത് വേറൊന്നും അല്ലായിരുന്നു, നമുക്ക് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കട അന്വേഷിച്ച് പോയി. വേറൊന്നിനുമല്ല, നമുക്ക് പ്ലേറ്റ് മേടിക്കണമായിരുന്നു. പ്ലേറ്റ് മേടിക്കാൻ വേണ്ടി കട അന്വേഷിച്ച് പോയി. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു കടയിൽ കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ആ ചേട്ടന് മലയാളം വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. നമുക്ക് അവിടുത്തെ ഭാഷയും ഇല്ലായിട്ട് മനസ്സിലായില്ല. വേറൊന്നുമല്ല, ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. ഹിന്ദി അത്ര അറിവില്ലാത്തത് കൊണ്ടും ഞങ്ങൾ പറഞ്ഞ കാര്യം ചേട്ടന് മനസ്സിലായി, ചേട്ടൻ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പ്ലേറ്റിനാണെന്നുള്ളതും മനസ്സിലായി. അതുകൊണ്ട് പ്ലേറ്റ് മേടിച്ച് കഴിയുമ്പോൾ തന്നെ ബാക്കി പൈസ ഞങ്ങൾ പറഞ്ഞ് മേടിച്ച് ഞങ്ങൾ അവിടുന്ന് വണ്ടി അങ്ങോട്ട് തിരിച്ചു, ഞങ്ങളുടെ കാൽവണ്ടി. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര പാടാണ്. നമ്മുടെ നാട്ടിൽ ക്രോസ് നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. വഴി ക്രോസ് നടക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. കാരണം ഇവിടുത്തെ ടൗൺ, നമ്മളിവിടുത്തെ ഏരിയ നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടോട്ട് യാതൊരു പരിചയവും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അന്യൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ രീതിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്തു, ഞങ്ങൾ വണ്ടിയെല്ലാം പോയതിന് ശേഷം പതിയെ ഞങ്ങൾ നടന്ന് നീങ്ങി. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലം എന്താണെന്നോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവനോട് ഞാൻ സ്ഥലം ചോദിച്ചപ്പോൾ തന്നെ അവൻ ഏതോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അവനും പറയുന്ന ആ സ്ഥലമാണോന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ സ്ഥലപ്പേര് അങ്ങനെ എഴുതി വെച്ചത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അതുപോലെയാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതാണ് നമ്മുടെ വണ്ടി, ഒളിമ്പ്യൻ വണ്ടി കേട്ടോ. നമ്മളന്ന് നൈറ്റ് വണ്ടി നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് വന്ന് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ വന്ന 2 പേരാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പ്രായം ചെന്ന ഒരാളോട്, മേലാത്തൊരാളാണ്, അദ്ദേഹത്തിനോട് നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ പറയണം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ നീങ്ങിട്ട് ഇരിക്കാവുള്ളൂ, നടക്കാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയായിരുന്നു.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു. അങ്ങനെ വനത്തിനുള്ളിൽ കൂടെ യാത്ര അങ്ങോട്ട് തുടങ്ങി. ഇനി കിലോമീറ്ററോളം വനത്തിലുള്ള യാത്രകളാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ വനത്തിലുള്ള യാത്രകളും കാഴ്ചകളും നിങ്ങൾ കാണുക. ഓക്കേ. അങ്ങനെ നമ്മൾ നമ്മുടെ മൈസൂർ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഒരുപാട് നടക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. കുറഞ്ഞതൊരു 10-12 വണ്ടിയോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. 12 വണ്ടിയെന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു 49 സീറ്റ് വണ്ടിയാണ്, ചെറുവണ്ടിയല്ല, 49 സീറ്റ് വണ്ടി, വലിയ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ പൊന്നൂസ് വരുന്നുണ്ട്. പൊന്നൂസ് മാത്രം ഉറങ്ങിയില്ല. പൊന്നൂസ് കളിച്ച് ചിരിച്ച് ഇറങ്ങിപ്പോയി. അമ്പാടി നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി, അമ്മ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഹോട്ടലിൻ്റെ വാതിൽക്ക് എല്ലാവരും നോക്കി നിൽക്കാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേനാണ് താക്കോല് കിട്ടണം. താക്കോല് കിട്ടാതെ നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ സംഘാടകരാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഞങ്ങളും വണ്ടിയിൽ നിന്ന് പതിയെ ഇറങ്ങി തുടങ്ങി. ഇനിയും നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കാരണം നമ്മുടെ റൂമും കാര്യങ്ങളും അങ്ങനെ കൊണ്ടൊക്കെ നോക്കണ്ടേ, ആ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ നമുക്ക് മൈസൂർ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ലഗേജ് എടുക്കാൻ ആരുമില്ലേ? വണ്ടി നോക്കിയാൽ പോളെ യൂട്യൂബിൽ
മാത്രം കുഴപ്പമില്ല. രാത്രി ഇവിടെ ചൂടാ, അതുകൊണ്ട് ഭയങ്കര പ്രശ്നം. രാത്രി ചൂടാണ്. ഭയങ്കര ചൂടാ. അതേണ്ട ഒരു കുഞ്ഞൂര് പണ്ട് ഇവിടെ ഇതുണ്ടോ, കുഞ്ഞൂര് ഇപ്പൊ ഇവിടെ കിടന്ന് ബഹളം പിടിച്ചോണ്ടിരിക്കുക. ഇതാ ഞാൻ ചപ്പാത്തിയും മീൻകറിയും കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ കൊച്ചച്ചയും മോനും കൂടെ കഴിക്കുകയാണ്. നോക്കൂ, മാത്രമല്ല നമ്മുടെ വണ്ടി ഓടിക്കുന്ന രണ്ടുപേരും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് വണ്ടി ഓടിക്കുന്ന ആളും വണ്ടിയുടെ കൂടെ നിൽക്കുന്ന ആളും. ഇത് പിന്നെ വിളമ്പാൻ നിൽക്കുന്ന ഇപ്പൊ എല്ലാരും വന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട് കഴിക്കാൻ. ഇത് നമ്മളെല്ലാരും ഒരുങ്ങി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് രണ്ട് ലച്ചു ഉണ്ട്. അത് കാരണം ഏതൊക്കെ ലച്ചു ആണ് കൺഫ്യൂഷൻ ആകും കേട്ടോ ഗൈസ്. ഇത് ലച്ചു, വലിയ ലച്ചു. അത് ചെറിയ ലച്ചു. ഇത് പിന്നെ ഏറ്റവും ചെറിയ അച്ചു, സച്ചു. ഇത് ഏറ്റവും വലിയ സച്ചു അല്ല, ഞാൻ ആദിയ. മൂന്നാമത്തെ നിലയിലാണ്. ഇത് നോക്കൂ ഗൈസ്, ഇത്രയും ഉടാക്കി പോലെ ഒരു ഭയങ്കര കുഴി കേട്ടോ, ഭയങ്കര പാടാ. നോക്കൂ, സച്ചൊക്കെ ആണെങ്കിൽ പേടിച്ചോടിപ്പോയി. ഇവൻ നമ്മുടെ കൂട്ടുകാരൻ മാത്രമല്ല, നമ്മുടെ ഒരു ബന്ധുവും കൊണ്ടാണ്. പിന്നെ വേറെന്തൊക്കെയുണ്ട് ഗൈസ്? ഗായ്സിന്റെ വിശേഷം പറഞ്ഞില്ലായിരുന്നു. അതെ, ഗായ്സിന്റെ വിശേഷം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഇടുക കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ നടക്കാൻ ഈസി കേട്ടോ, ഭയങ്കര ഈസി. ഇവിടെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. റൂമും ഹാളും ബാത്റൂമും എല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇതാണ് ബാത്റൂം. ഞാൻ പിന്നെ ഒന്നിപ്പോൾ കാണിച്ചിരുന്നു ഞങ്ങളെ കട്ടി. നോക്കൂ, ഇതുണ്ടോ, സോഫ്റ്റ് ആൻഡ് ഫഫി കട്ടിലാണേ, സുഖമായിട്ട്. പിന്നെ ഈ ടിവിക്കകത്ത് ഹിന്ദി മാത്രമേ വരത്തുള്ളൂ. നമുക്ക് പറ്റിയ മലയാളം ഒന്നും വരത്തില്ല ഗായ്സ്. അത് കാരണം ഞാൻ വീഡിയോ ഞാനും അപ്പടി ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രത്യേകത വലുതായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളും ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ അയക്കുക. അപ്പോൾ ARS ഫാമിലി ഗ്രൂപ്പിലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഈ ടൂറിൻ്റെ ഇത് മാത്രം വെച്ചല്ല, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇനി നമ്മൾ നേരെ ടൂർ ബസ്സൊക്കെ കയറുമ്പോൾ നിങ്ങൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ.